പലപ്പോഴായിട്ട് പല ആളുകളും കമന്റ് ആയിട്ടും അല്ലെങ്കിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചും ഒക്കെ ചോദിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ തണ്ണിമത്തൻ കഴിക്കാവോ? അല്ലെങ്കിൽ പൈനാപ്പിൾ കഴിക്കാവോ? അല്ലെങ്കിൽ റോബസ്റ്റ പഴം കഴിക്കാവോ? വെളിച്ചെണ്ണ കഴിച്ചു കഴിഞ്ഞാൽ ഡയബറ്റിക്കിന് നല്ലതാണോ? സ്മൂത്തി കഴിക്കാവോ? ഇത് പ്രമേഹമുള്ള ആളുകൾക്ക് വളരെ കോമൺ ആയിട്ടുള്ള ഒരു സംശയമാണ്. എന്ത് ആഹാര സാധനം മുമ്പിൽ കണ്ടാലും ഇത് കഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ളൊരു പേടി. ഇവിടെ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ചുറ്റുമുള്ള എല്ലാവരും കഴിക്കുന്ന എല്ലാ ആഹാര സാധനങ്ങളും ഒരു പ്രമേഹ രോഗിക്കും കഴിക്കാം. കുഴപ്പമൊന്നുമില്ല. നോർമലി വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ കഴിക്കാം. പക്ഷെ അവിടെ എന്ത് സാധനം കഴിക്കുമ്പോഴും നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തേത് അളവ്. എത്ര അളവിലാണ് നിങ്ങൾ ആഹാര സാധനം കഴിക്കുന്നത് എന്നുള്ളത്. 2, എത്ര ഫ്രീക്വന്റ് ആയിട്ടാണ് അത് കഴിക്കുന്നത്. റെഗുലറായി കഴിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇടവിട്ട ദിവസങ്ങളിലാണോ കഴിക്കുന്നത്, അത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അത് എന്ത് ഫോമിലാണ് കഴിക്കുന്നത്, ഏത് രൂപത്തിലാണ് കഴിക്കുന്നത്. ഇപ്പം പഴമാണെങ്കിൽ അത് ജ്യൂസ് അടിച്ചാണോ കഴിക്കുന്നത്, അല്ലെങ്കിൽ അതിനോടൊപ്പം നിങ്ങൾ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടാണോ കഴിക്കുന്നത്, മറ്റെന്തെങ്കിലും സാധനം ആഡ് ചെയ്തിട്ടാണോ കഴിക്കുന്നത്. ഈ 3 കാര്യങ്ങളുമാണ് അത് നിങ്ങൾക്ക് നല്ലതാണോ ചീത്തയാണോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ അളവിന്റെ കാര്യമാണെങ്കിൽ ഇപ്പൊ ചക്ക പ്രമേഹമുള്ള ആൾക്കാർക്ക് നല്ലതല്ല. അതിൻ്റെ അകത്ത് ഷുഗർ ഉണ്ട്, ഫ്രക്ടോസ് ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ചെറിയ അളവിൽ ചക്ക കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഇല്ല. വളരെ ചെറിയ 1-2 ചുള കഴിച്ചു, അല്ലെങ്കിൽ 3 ചുള കഴിച്ചു, കുഴപ്പമില്ല. എന്ന് പറയുന്ന പോലെ അളവാണ് അവിടെ പ്രധാനപ്പെട്ട കാര്യം. ഇനി രണ്ടാമത്തെ, ഫ്രീക്വന്റ് ആയിട്ട്. ഇപ്പൊ ഞാൻ ചക്കയുടെ തന്നെ കാര്യം പറഞ്ഞു. ചക്ക ചെറിയ അളവിൽ എല്ലാ ദിവസവും കഴിക്കുന്നത് നല്ലതാണോ? അല്ല. ചെറിയ അളവിലാണെങ്കിൽ നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് എല്ലാ ദിവസവും ചക്ക കഴിക്കുന്ന ആണെങ്കിൽ അത് പ്രമേഹത്തിന് നല്ലതല്ല. ഇടവിട്ട ദിവസങ്ങളിൽ കഴിക്കാം. മൂന്നാമത്തെ കാര്യം, എന്ത് ഫോമിലാണ് കഴിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഫ്രൂട്ട്സ് ആണെങ്കിൽ തന്നെ നമ്മൾ ജ്യൂസ് അടിച്ച് കഴിക്കുമ്പോൾ എന്ത് പറ്റും, അത് നല്ലതല്ല. അതിനകത്ത് നാരുകളൊക്കെ നശിച്ചു പോകും. അത് നമുക്ക് ഷുഗർ വല്ലാണ്ട് കൂടുന്നതിന് കാരണമാകും. അപ്പൊ എപ്പോഴും എന്ത് ആഹാര സാധനമാണെങ്കിലും പ്രകൃതിയിൽ നിന്ന് നമുക്ക് ഏത് രീതിയിൽ കിട്ടുന്നോ അതേ രീതിയിൽ തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ ധാന്യങ്ങളാണെങ്കിൽ തന്നെ അത് എത്രത്തോളം പ്രോസസ്ഡ് ആക്കുന്നോ അത്രത്തോളം അതിന്റെ ഗുണനിലവാരം കുറഞ്ഞു വരും. അതുപോലെ തന്നെ നമ്മൾ അതിനോടൊപ്പം എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടോ, ജ്യൂസ് അടിക്കുന്ന സമയത്ത് പഞ്ചസാര ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതല്ല. അതുപോലെ തന്നെ ഈ അരിപ്പൊടി, ഗോതമ്പ് പൊടി പോലുള്ള സാധനങ്ങൾ, ആട്ടകളൊക്കെ വരും പാക്കറ്റിൽ. ഇതിൽ പലതിലും സോഡിയം ഒക്കെ ആഡ് ചെയ്താണ് വരുന്നത്. ഇതൊന്നും നല്ലതല്ല. മനസ്സിലായില്ല? ആ രീതിയിൽ എന്തെങ്കിലും ആഡ് ചെയ്താണോ വരുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പം 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. അളവ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എത്ര ഫ്രീക്വന്റ് ആയിട്ടാണ് ഇത് നിങ്ങൾ കഴിക്കുന്നത്. 3, ഇതിനോട് ഏത് ഫോമിൽ കഴിക്കുന്നു, എന്തിനോടൊപ്പം ചേർത്ത് കഴിക്കുന്നു. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഒരു ആഹാര സാധനം കാണുമ്പോഴേ പെട്ടെന്ന് മനസ്സിലുണ്ടാകുന്ന ഒരു പേടിയുടെ ആവശ്യം ഇല്ല എന്നുള്ളതാണ് ഞാനിതുകൊണ്ട് പറയാൻ ശ്രമിച്ചത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നുവാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.